എന്ന് വരില്ല. നിനക്ക് വേണ്ട 10,000 റുപ്യ ഞാൻ തരാം. നീ എന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോര്. അവിടുന്ന് തരാം. അല്ലേ വേണ്ട, തീരെ സമയമില്ല. നീ ബാബുജി നഗറിന്റെ മുമ്പിൽ എന്താ മതി. ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യിൽ പൈസ കൊടുത്തേക്കാം. നിനക്ക് അയാൾ തരും. പിന്നെ ഞാൻ ഇതിങ്ങനെ നടക്കണ്ടല്ലോ. അത് മതി. പിന്നെ ഒരു കാര്യം, എന്താ സാർ, പ്രൈവറ്റ് സെക്രട്ടറി എന്നെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? സാറില്ല, അതിനൊരു കോഡ് ഭാഷയുണ്ട്. അതെന്താ? അതായത് അവൻ വന്ന് ചെമ്മീൻ എന്ന് പറഞ്ഞാ നീ ഉടനെ ഐസ്ക്രീം എന്ന് പറയണം. അവൻ വന്ന് ഉറച്ച വരണം വേണോ എന്ന് ചോദിച്ചാൽ കയ്പുള്ള നെല്ലിക്ക മതി എന്ന് നീ പറയണം. അപ്പൊ അങ്ങോട്ട് ഒരു തിരിച്ചറിയാലോ. മനസ്സിലാവും. അത്രയാണ് കോഡ്. പിന്നെ അത്രേ ഉള്ളൂ. ഉടനെ അവരോട് 10,000 രൂപ വാങ്ങും ചെയ്യാം. ഈ ഉപകാരം ഞാൻ അല്ലാതെ ഞാൻ നല്ലൊരു യാത്ര പോകുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ട ചിരിച്ചുകൊണ്ട് യാത്ര അയക്കല്ലേ വേണ്ടേ? മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസസ്. താങ്ക് യു വെരി മച്ച്. അപ്പം ബാബുജി നഗർ ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. താങ്ക് യു സാർ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. സാർ, ഈ ഫയലിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. യെസ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. സാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബാബുജി നഗറിന് മുമ്പിലെത്തിയാൽ വലിയൊരു കള്ളക്കടത്തുകാരനെ പിടിക്കാം. വാട്ട്? അതെ സാർ, അവൻ വലിയ കള്ളക്കടത്തുകാരനാ. സ്മഗ്ലർ അഴകപ്പൻ. നിങ്ങളാരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറ് എന്നെ നേരിട്ട് എന്ന് ഞാൻ പറഞ്ഞ കോഡൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവന്റെ മറുപടി കേൾക്കുമ്പോ സാറിന് തന്നെ ബോധ്യാവും. സാർ, ചെമ്മീൻ എന്ന് പറയുമ്പോ ഐസ്ക്രീമൊന്നും ഉറച്ച ഭരണം വേണമെന്ന് ചോദിക്കുമ്പോ കൈപ്പുള്ള നെല്ലിക്കാന്നും പറയും. ഇതാണ് കോഡ്. ഓഹോ, they are coming now. ആടാ, ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിലപ്പുറത്തെ വഴിക്ക് വേലായുധ നീ എന്നെ ഒതുക്കും. ഐസ്ക്രീം ഉറപ്പുള്ള ഭരണം വേണം. കൈപ്പുള്ള നെല്ലിക്ക മതി. ഇപ്പൊ കോടി ശരിയായല്ലോ, ഇനി കാശും കിടക്കും വേഗം. ഓഹോ, അപ്പൊ എനിക്ക് കിട്ടിയ ഫോൺ കോൾ കറക്റ്റ് ആയി. ഫോൺ കോളോ? സ്മഗ്ലർ അഴകപ്പ. സ്മഗ്ലറോ? ഞാനോ? ഞാനാണ് കസ്റ്റംസ് ഓഫീസർ ഡിസൂസ. യു ആർ അണ്ടർ അറസ്റ്റ്. ഓ, അത് ശരി. ഇനി പറ, ആർക്ക് വേണ്ടിയാണ് ഈ സ്മഗ്ലിംഗ് നടത്തുന്നത്? സാർ, ചോദിച്ചു കേട്ടില്ലേ? സാർ, ഞങ്ങളുടെ ബോസ് ആരാണെന്ന്, ഞങ്ങളുടെ കൊള്ള സംഘ തലവൻ ആരാണെന്ന് ഞാൻ സാറിനോട് പറയാം. പക്ഷെ ഒരു വാക്ക് തരണം, അയാളെ ഉപദ്രവിക്കരുത്. അയാൾ വെറും പാവമാണ് സാർ. പറ. വേലായുധൻ തമ്പി.